നമസ്കാരം. ഒരു കാലത്ത് LDFിൻ്റെ പുലിക്കുട്ടിയായ MLA ആയിരുന്നു PV അൻവർ. നമുക്കറിയാം, നിലമ്പൂരിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെടുകയും അതിലൂടെ ശക്തനായ പിണറായി പക്ഷത്തെ നിലകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു, MLA ആയിരുന്നു PV അൻവർ. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് അടുത്തിടെ നടന്ന ചില സംഭവ വികാസങ്ങൾ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട RSS ബന്ധം, അത്തരത്തിൽ P ശശിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് PV അൻവർ ഇപ്പോൾ ഇടത്തും വലത്തുമില്ലാതെ എവിടെയുമില്ലാതെ ഒറ്റപ്പെട്ട്, അതായത് ഒരു DMK എന്ന പാർട്ടിയൊക്കെ രൂപീകരിച്ച് CPMനെ, പ്രത്യേകിച്ച് പിണറായിയെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിലേക്ക് ചേക്കേറാനുള്ള നീക്കം നടക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന സൂചനകൾ. അതുമായി ബന്ധപ്പെട്ട ചില ധാരണകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ചേലക്കരയിലടക്കം UDFിനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നത്. അതിൽ ചില നീക്കുപോക്കുകൾ, അതായത് UDFിലേക്ക് കയറാനുള്ള, UDF സഖ്യത്തിലേക്ക് എത്താനുള്ള ചില നീക്കുപോക്കിൻ്റെ ഭാഗമായിട്ട് അത്തരം ചില ധാരണകൾ ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടതുപക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ടും ആണ് PV അൻവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും PV അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് CPMും മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും PV അൻവറിനെ തിരിച്ചടിയായിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങൾ വരുന്നത്. അതായത് ഇപ്പോൾ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും, പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി പോലുള്ള ജില്ലകളിൽ മലയോര കാടുമായി അടുത്ത് നിൽക്കുന്ന, അത്തരത്തിൽ വനവും മനുഷ്യരും വന്യമൃഗങ്ങളുമായി എത്രത്തോളം സംഘർഷഭരിതമായി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുമായി വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആ ബില്ലുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി PV അൻവർ സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധ യാത്ര വയനാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിലേക്ക് തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ചിത്രം ഉപയോഗിച്ചു എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് അധ്യക്ഷൻ, അതായത് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ. അതായത് PV അൻവർ തന്നെ ഈയൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ പാർട്ടിയിൽ ആലോചിച്ചിട്ട് പങ്കെടുക്കാമെന്നാണ് ND അപ്പച്ചൻ PV അൻവറിനോട് പറഞ്ഞത്. എന്നാൽ ഈ ഒരു മറുപടി കേൾക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ND അപ്പച്ചൻ പങ്കെടുക്കുന്ന പരിപാടി എന്ന രീതിയിൽ PV അൻവർ തൻ്റെ ചിത്രം ദുഷ്പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പറയുന്നത്. അതോടൊപ്പം ഈ പരിപാടിയിലേക്ക് CPMൻ്റെ ഭാഗത്തു നിന്നും ചില MLAമാരടക്കം പങ്കെടുക്കും എന്നും PV അൻവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ അനുവാദമില്ലാതെ ഒരു പരിപാടിയിലേക്ക് താൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ കോൺഗ്രസ് നേതാവിൻ്റെ ചിത്രം ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതി. ഇതിനെതിരെ ഇപ്പോൾ ND അപ്പച്ചൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല, താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഉണ്ടാവില്ലെന്നും ND അപ്പച്ചൻ പറയുന്നുണ്ട്. KPCCയുടെ നിർദ്ദേശപ്രകാരം PV അൻവർ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നാണ് ഇപ്പോൾ ND അപ്പച്ചൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ PV അൻവറിന് കണ്ടകശനി ആണെന്ന് തോന്നുന്നു. കാരണം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ പാളിപ്പോവുകയാണ്. അത് രാഷ്ട്രീയപരമായി പിണറായി വിജയനെ എതിർത്ത ആ ദിവസം മുതൽ അദ്ദേഹത്തിന് തിരിച്ചടിയാണ്. ആദ്യം DMK എന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. പിന്നീട് പാലക്കാട്, ചേലക്കര, വയനാട് തിരഞ്ഞെടുപ്പുകൾ നടന്നു. കെട്ടിവെച്ച കാശ് പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള, അത്രത്തോളം ശതമാനം വോട്ടുകൾ പോലും സമാഹരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി DMK മാറുകയും ചെയ്തു. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് PV അൻവർ UDFിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്.